നമസ്കാരം, KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പടിഞ്ഞാറൻ തുർക്കിയിലെ സിന്ദിർഗിയിൽ ഞായറാഴ്ച 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി തുർക്കി ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. ഇസ്താംബുളിലും വിനോദസഞ്ചാര കേന്ദ്രമായ ഇസ്മിറിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നിരവധി നഗരങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ആളുകൾ പറഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ തകർന്നെങ്കിലും മരണങ്ങളോ അപകടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. അതേസമയം ഭൂകമ്പത്തെ തുടർന്ന് ബാലിഗേസിൽ പ്രവേശിയിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്കെതിരെ പ്രകോപന പ്രസ്ഥാനവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല, കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും അസീം മുനീർ പറഞ്ഞു. അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യക്കെതിരെ അസീം മുനീർ പ്രകോപന പ്രസ്ഥാനങ്ങൾ നടത്തിയത്. ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയും മുഴക്കിയ അസീം മുനീർ പാകിസ്ഥാൻ ആണവ രാഷ്ട്രീയമാണെന്നും പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതിയും ഒപ്പം തകരുമെന്നും പറഞ്ഞു. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസീം മുനീർ പറഞ്ഞു. കോട്ടയം കിടങ്ങൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഇടുക്കി ബൈസൺവാലി സ്വദേശി സാജി സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് സെബാസ്റ്റ്യനെ പുറത്തെടുത്തത്. പാലാ ഭാഗത്തു നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ വന്ന ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് പോലീസ് ചമഞ്ഞ് 35 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പ്രതികൾ പിടിയിൽ. ഇരട്ടി ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് പരിചയക്കാരനിൽ നിന്ന് നിക്ഷേപമായി ഒന്നാം പ്രതി വസീം 35 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഈ പണം കൈമാറുന്നതിനിടെ വസീമിന്റെ സുഹൃത്തുക്കൾ പോലീസ് വേഷത്തിലെത്തി പണം തട്ടുകയായിരുന്നു. വസീമിന്റെ സുഹൃത്തുക്കളായ പുത്തൂർ മഠം സ്വദേശി ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടിൽ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത്. 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് പന്തീരങ്കാവ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബീഹാറിൽ വിവാദമായ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും ഉടൻ നടപ്പാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടിക പരിഷ്കരിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് കേരളം. വീഴ്ചകൾ ഒഴിവാക്കി കൂടുതൽ കരുത്തോടെ ആയിരിക്കും കേരളത്തിന്റെ പരിഷ്കരണം നടത്തുക. പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കമ്മീഷനിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞു. കൂടാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പുതുക്കൽ ഉണ്ടാവുമെന്നും ഇതിനായി മാർഗരേഖ ഇറക്കുമെന്നും ഡോക്ടർ രത്തൻ വ്യക്തമാക്കി. ശ്രീസ്ഥയിൽ മകളുമായി കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മയ്ക്കെതിരെ കേസെടുത്തു. ആത്മഹത്യാ ശ്രമത്തിനിടെ 6 വയസ്സുകാരൻ മരിച്ചതിലാണ് കൊലപാതക കുറ്റത്തിന് കേസെടുത്തത്. കീഴറ സ്വദേശി ധനജയ്ക്കെതിരെയാണ് കേസ്. ജൂലൈ 24-നാണ് 2 മക്കളുമായി പരിയായം സ്വദേശി ധനജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൻ ധ്യാൻ കൃഷ്ണ ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനായി ലുക്കൌട്ട് സർക്കുലർ. വിദേശത്ത് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കുലർ. കേസ് രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും വേടനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 18-നാണ് കോടതി പരിഗണിക്കുക. വേടനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കാനുള്ള സർക്കാർ നടപടികൾ ഇന്നു തുടങ്ങും. ഇന്നു മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് 457 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാർഡിന് 1 ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക. സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും 1 ലിറ്റർ ക്രമത്തിൽ വിൽക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.